ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉമ്മ ചോദിച്ചു, ഞാൻ മരിച്ചു പോയാലേ നിങ്ങളെന്താ ചെയ്യാ? ഞാനും അനിയനും ചിരിച്ചോണ്ട് പറഞ്ഞു, 40 ഫ്ലെക്സ് ഒട്ടിച്ച് നാട്ടുകാർക്ക് ബിരിയാണി തന്നെ കൊടുക്കും. ഉമ്മ ചിരിച്ചു. അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോ ഞാൻ ശരിക്കും ആലോചിച്ചു പോയി, ഉമ്മ മരിച്ചു പോയാലേ ഞാനെന്താ ചെയ്യാ? നമ്മളെന്താ ചെയ്യാ? ഈ ലോകത്ത് തന്നെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് പറയുന്ന പേരാണ് ഉമ്മ എന്നുള്ളത്. ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ നീ കുറച്ചേരം പോയി വാപ്പാനെ വിളിക്കട്ടോ എന്ന് പറയാൻ അവിടെ അങ്ങനെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലരുടെയൊക്കെ വില നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളടിയിൽ നിന്ന് അങ്ങോട്ട് ഇല്ലാതായി പോകേണ്ടി വരും. ഉമ്മ ഇല്ലാത്തവരോട് പോയി ചോദിക്കണം, ഉമ്മയുടെ വില എന്താണെന്ന് അവർക്കേ അറിയൂ. കുറച്ചൊക്കെ വലുതായാല് പക്ഷെ നമുക്ക് തോന്നും ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മതി, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. പക്ഷെ നല്ല പ്രായമായിട്ടും 6 മാസം രോഗിയായി കിടന്ന് വല്യമ്മ മരിക്കുമ്പോ മയ്യത്ത് നിസ്കാരത്തില് പാപ്പാന്റെ തൊണ്ട ഇടറിയതും കബറടക്കുമ്പോ ചെറിയ കുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞതും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മുഹമ്മദ് അബ്ബാസിന്റെ ഒരു വാക്കുണ്ട്, ഉമ്മയില്ലായ്മ അതൊരു ജീവിതാവസ്ഥയാണ്, സ്നേഹം